US സ്കിൽഡ് പ്രൊഫഷണൽസിന് നൽകുന്ന H-1B വിസയിലും സ്ഥിരതാമസത്തിലുള്ള ഗ്രീൻ കാർഡ് സംവിധാനത്തിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പദ്ധതിയിടുകയാണ്. വേതനാധിഷ്ഠിത കുടിയേറ്റത്തിനും മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പിനും ഊന്നൽ നൽകുന്ന രീതിയിലേക്കാണ് മാറ്റം വരുത്തുക. നിലവിലെ ലോട്ടറി സമ്പ്രദായം മാറ്റി കൂടുതൽ സെലക്റ്റീവ് മോഡൽ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് ഇന്ത്യൻ പ്രൊഫഷണൽസുകളെ കാര്യമായി ബാധിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. ലോട്ടറി സമ്പ്രദായം പരിഷ്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ താനും പങ്കാളിയാണെന്ന് US വാണിജ്യകാര്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് പറഞ്ഞു. ഗ്രീൻ കാർഡ് ഉടമകളുടെ ശരാശരി വരുമാനം കുറവാണെന്നും അതിനാൽ മാറ്റം അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. H-1B വിസ സംവിധാനം ഒരു തട്ടിപ്പാണെന്നും അമേരിക്കൻ ജോലികൾ വിദേശികൾക്ക് നൽകുന്നത് ശരിയല്ലെന്നും ലുട്നിക് വിമർശിച്ചു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ലുട്നിക് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഗ്രീൻ കാർഡ് മാറ്റാൻ പോകുന്നു. അമേരിക്കക്കാരന് ഒരു വർഷം $75,000 സമ്പാദിക്കുമ്പോൾ ഗ്രീൻ കാർഡ് സ്വീകരിക്കുന്നയാൾ $66,000 നേടുന്നു. എന്തിനാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്? ഇത് ഏറ്റവും താഴെയുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത് മാറ്റാൻ പോകുന്നത്. അവിടെയാണ് ഗോൾഡ് കാർഡ് വരുന്നത്. അതോടൊപ്പം മികച്ച ആളുകളെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ തുടങ്ങും. അതിനുള്ള സമയമാണിത്. അമേരിക്കൻ തൊഴിലവസരങ്ങൾ വിദേശ തൊഴിലാളികൾക്ക് നൽകുന്ന ഒരു തട്ടിപ്പാണ് H-1B വിസയെന്നും വാണിജ്യകാര്യ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. എല്ലാ മികച്ച അമേരിക്കൻ ബിസിനസ്സുകളുടെയും മുൻഗണന അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കുക എന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്താണ് പുതിയ മാറ്റം എന്ന് നോക്കാം. പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് H-1B ലോട്ടറി സമ്പ്രദായം ഒഴിവാക്കുകയും ഉയർന്ന വരുമാനം നേടുന്ന അപേക്ഷകർക്ക് വിസ നൽകുന്ന വേതനാധിഷ്ഠിത രീതി നടപ്പാക്കുകയും ചെയ്യും. ഇതിനായുള്ള കരട് നിയമം US ഓഫീസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സ് അംഗീകരിച്ചു. നിലവിലെ ലോട്ടറി അല്ലെങ്കിൽ നറുക്കെടുപ്പ് സമ്പ്രദായം എങ്ങനെയെന്ന് നോക്കാം. ഓരോ വർഷവും H-1B വിസകൾക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ യോഗ്യരായവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ലോട്ടറി സമ്പ്രദായം നടത്തുന്നത്. ഇതുവഴി തുല്യ അവസരം നൽകാനും കോൺഗ്രസ് നിശ്ചയിച്ച എണ്ണം പാലിക്കാനും അധികൃതർ ശ്രമിക്കുന്നു. അപേക്ഷകരുടെ എണ്ണം കൂടുതലാണെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നറുക്കെടുപ്പ് നടത്തും. സാധാരണയായി മാർച്ച് മാസത്തിലാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. ഒരു വർഷം 65,000 വിസകളാണ് വിതരണം ചെയ്യുന്നത്. US-ലെ സ്ഥാപനങ്ങളിൽ നിന്ന് ഉന്നത ബിരുദം നേടിയവർക്ക് 20,000 വിസകൾ അധികമായി ലഭിക്കും. നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രം പോരാ, വിസയ്ക്ക് ആവശ്യമായ എല്ലാ രേഖകളും നൽകി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ പരിശോധനയിൽ വിജയിക്കണം. H-1B വിസ സ്വീകരിക്കുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരായതിനാൽ ഈ നീക്കം ഇന്ത്യൻ പ്രൊഫഷണൽസുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. US ഇമിഗ്രേഷൻ ഡേറ്റ അനുസരിച്ച് പുതിയ H-1B വിസയുടെ 70% ഓരോ വർഷവും ഇന്ത്യക്കാർക്കാണ് ലഭിക്കുന്നത്. H-1B വിസ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. ഇത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. വിദഗ്ധരായ വിദേശികളെ തടയുന്നത് അമേരിക്കയിൽ തൊഴിലവസരങ്ങൾ കുറയ്ക്കുകയും വിദൂര ജോലി അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് വഴി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് തൊഴിലുകൾ മാറാൻ ഇത് കാരണമാകുമെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.